നമസ്കാരം. അനുജ വിഎസ് യൂട്യൂബ് ചാനലിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങൾ വിക്സ് കമ്പനിയുടെ ഒരു പഴയ പരസ്യം കണ്ടിട്ടുണ്ടോ? അമ്മയുടെ സ്പർശനത്തിൻ്റെ വൈകാരിക ബന്ധത്തെക്കുറിച്ച് വളരെ മനോഹരമായിട്ട് അതിൽ പറയുന്നുണ്ട്. മാതാപിതാക്കളുടെ സ്പർശനം കൊണ്ട് കുട്ടികളിലുണ്ടാകുന്ന വൈകാരിക മാറ്റങ്ങളെക്കുറിച്ചിട്ടാണ് ഇന്നത്തെ വീഡിയോയിൽ പറയാൻ ശ്രമിക്കുന്നത്. നമുക്കറിയാം, നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ വളരെ ചെറിയ പ്രായത്തിലായിരിക്കുന്ന സമയത്ത് നമ്മൾ അവരെ എടുത്തുകൊണ്ട് നടക്കാറുണ്ട്, കെട്ടിപ്പിടിക്കാറുണ്ട്, ഇടയ്ക്കിടയ്ക്ക് ഉമ്മ വെക്കാറുണ്ട്, അല്ലേ? എന്നാൽ കുട്ടികൾ മുതിർന്നു കഴിഞ്ഞാലോ അങ്ങനെ ചെയ്യാറുണ്ടോ? പലപ്പോഴും പലരുടെ ഉത്തരം ഇല്ല എന്നോ അല്ലെങ്കിൽ കുറഞ്ഞു എന്നോ ഒക്കെ ആയിരിക്കും. ശരിയാണ്, കുട്ടികൾ മുതിർന്നു കഴിയുമ്പോഴത്തേക്കിനും കുട്ടികൾക്ക് മാതാപിതാക്കളുമായിട്ടുള്ളൊരു വൈകാരിക ബന്ധത്തിൽ വളരെയധികം മുറിച്ചൽ സംഭവിക്കുന്നു. കൂടാതെ തന്നെ കുട്ടികൾക്ക് കൂട്ടുകാരുമായിട്ടുള്ള ഒരു വ്യക്തിബന്ധം അല്ലെങ്കിൽ വൈകാരിക ബന്ധം വളരെയധികം കൂടുതലായിട്ടും ഉണ്ടാകുന്നുണ്ട്. എന്താണ് ഇതിൻ്റെ കാരണമെന്ന് തോന്നിയിട്ടുണ്ടോ? ശരിയാണ്, കൗമാരകാലത്തുള്ള കുട്ടികളിലുണ്ടാകുന്ന ഹോർമോൺ വ്യതിയാനങ്ങൾ ഒരുപാട് മാറ്റങ്ങളാണ് അവരുടെ മാനസിക നിലയിൽ തന്നെ ഉണ്ടാക്കിയെടുക്കുന്നത്. അതോടൊപ്പം തന്നെ മാതാപിതാക്കൾ ഇത്തരത്തിൽ കുട്ടികളുമായിട്ടുള്ള വൈകാരിക ബന്ധത്തിൽ ഉണ്ടാക്കിയെടുക്കുന്ന കുറവുകൾ കൂടി ആ കൂട്ടത്തിൽ ചേർത്ത് വായിക്കേണ്ടതായിട്ട് വരും. എങ്ങനെ നമുക്ക് നമ്മുടെ കുട്ടികളുമായിട്ട് ആ വൈകാരിക ബന്ധം തിരിച്ചു കൊണ്ടുവരാനായിട്ട് സാധിക്കും എന്ന് നോക്കിയാലും, ഒരു ദിവസത്തിൽ കുറച്ചധികം സമയമെങ്കിലും നമ്മൾ കുട്ടികളുമായി സമയം ചെലവിടുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതിൽ തന്നെ നമുക്ക് കുട്ടികളുടെ കണ്ണിൽ നോക്കി സംസാരിക്കുക, അവരോടൊപ്പം കൈ പിടിച്ച് നടക്കുക, അവരുടെ ഇഷ്ടങ്ങളും ഇഷ്ടക്കേടുകളും ചോദിച്ചറിഞ്ഞ് മനസ്സിലാക്കുക എന്നൊക്കെ ഉൾപ്പെടുത്താം. കുട്ടികളുടെ ഇഷ്ടങ്ങൾ ചോദിച്ചറിയുക, ഇഷ്ടക്കേടുകളും ചോദിച്ചറിയുക. എന്തുകൊണ്ടാണ് കുട്ടിക്ക് ഒരു കാര്യം ഇഷ്ടം അല്ലെങ്കിൽ ഇഷ്ടമില്ലാത്തത് എന്നുള്ളതിൻ്റെ കാരണം തീർച്ചയായിട്ടും ചോദിച്ചറിഞ്ഞിരിക്കണം. കറുപ്പ് നിറം ഇഷ്ടമല്ല എന്ന് നിങ്ങളുടെ കുട്ടി പറയുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ കാരണം ചോദിച്ചാൽ നിറത്തിൻ്റെ പേരിലുള്ള എന്തെങ്കിലും വിവേചനമോ അല്ലെങ്കിൽ വ്യക്തിഹത്യയോ മറ്റോ കുട്ടി ജീവിതത്തിൽ നേരിടേണ്ടി വന്നിട്ടുണ്ടോ എന്നുള്ളത് കൂടി നമുക്കതിലൂടെ മനസ്സിലാക്കിയെടുക്കാനായിട്ട് സാധിക്കും. കുട്ടികളുടെ മനസ്സിൽ നിന്നും അത്തരം ചിന്തകളെയൊക്കെ മാറ്റിയെടുക്കുന്നതിനായി കുട്ടികളുമായുള്ള ഈ ചെറിയ സമയത്തിനുള്ളിൽ സാധിക്കുക തന്നെ ചെയ്യും. അതോടൊപ്പം തന്നെ നമുക്ക് സൗന്ദര്യത്തെക്കുറിച്ചും പെരുമാറ്റത്തെക്കുറിച്ചും സംസാരിക്കാം. ശരീരത്തിൻ്റെ അവയവങ്ങളുടെ സ്ഥാനം, നിറം, വലുപ്പം ഇതൊന്നുമല്ല സൗന്ദര്യം എന്നുള്ളതിൻ്റെ ഘടകമായി പ്രവർത്തിക്കുന്നത് എന്നും മറ്റുള്ളവരോടുള്ള പെരുമാറ്റം, ബുദ്ധി അല്ലെങ്കിൽ ചിന്താരീതി എന്നിവയൊക്കെയാണ് സൗന്ദര്യം എന്ന് പറയുന്നത് എന്നും കുട്ടികൾക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാനായിട്ട് ഇത്തരം അവസരങ്ങൾ നമുക്ക് വിനിയോഗിക്കാവുന്നതേ ഉള്ളൂ. അതോടൊപ്പം തന്നെ രണ്ടാമതായി ശ്രദ്ധിക്കേണ്ടുന്ന ഒരു വലിയ കാര്യമാണ് കുട്ടികളെ സ്പർശിച്ചുകൊണ്ട് സംസാരിക്കുക എന്നുള്ളത്. നോക്കൂ, കൊച്ചു കുട്ടികൾ എപ്പോഴും സങ്കടം വരുമ്പോൾ മാതാപിതാക്കളെക്കുറിച്ച് ഓർക്കും, അവരുടെ അടുത്തേക്ക് ഓടിച്ചെല്ലാനായിട്ട് ആഗ്രഹിക്കും, അവരുടെ പേര് പറഞ്ഞ് കരയും, അല്ലെന്നുണ്ടെങ്കിൽ അവരൊന്ന് കെട്ടിപ്പിടിച്ചിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിക്കുകയൊക്കെ ചെയ്യും, അല്ലേ? അതെന്തുകൊണ്ടാണ്? അതെ, നിങ്ങളുടെ സ്പർശനം കൊണ്ട് കുഞ്ഞിന് ലഭിക്കുന്നത് ഒരു ആശ്വാസമാണ്. ജീവിതത്തിൻ്റെ പല ഘട്ടങ്ങളിൽ ആത്മവിശ്വാസം, കരുണ, സ്നേഹം, ധൈര്യം എന്നിവയെല്ലാം നിങ്ങളുടെ കുഞ്ഞിലേക്ക് പകർന്നു കൊടുക്കാനായിട്ട് പല സമയങ്ങളിലുള്ള നിങ്ങളുടെ സ്പർശനങ്ങൾ കൊണ്ട് സാധിക്കുക തന്നെ ചെയ്യും. നിങ്ങൾ നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് ഒരു കഥ പറഞ്ഞു കൊടുക്കുമ്പോഴോ, അവർക്ക് ഭക്ഷണം കൊടുക്കുമ്പോഴോ, അവരോടൊത്ത് കളിക്കുമ്പോഴോ, അവരോട് സംസാരിക്കുമ്പോഴോ ഒക്കെ അവരുടെ ശരീരത്തിൽ സ്പർശിച്ചുകൊണ്ടിരിക്കുവാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. അവരുടെ തലയിൽ നിന്ന് തലോടിക്കൊണ്ടിരിക്കാം, അല്ലെങ്കിൽ അവരുടെ തോളത്തൊന്ന് കൈവെക്കാം, നടന്നു പോകുമ്പോൾ അവരുടെ കൈകളിൽ മുറുക്കെ പിടിക്കാം. ഇതിലൊക്കെ കൂടി അവർക്ക് ലഭിക്കുന്നത് ഒരുപാട് ഗുണമുള്ള വൈകാരിക തലങ്ങളായിരിക്കും. ഇനി എഞ്ചിനീയറിങ്ങിന് പഠിക്കുന്ന നിങ്ങളുടെ മകനോ മകളോ, അത്രയും മുതിർന്ന കുട്ടി എന്നാണ് ഉദ്ദേശിച്ചത്, കുട്ടികൾ എപ്പോഴെങ്കിലും മൊബൈൽ ഫോണും പിടിച്ചുകൊണ്ട് മുറിക്കുള്ളിൽ കയറി അടച്ചിരിക്കുകയാണെന്നുണ്ടെങ്കിൽ, നിങ്ങളോടൊന്ന് സംസാരിക്കാൻ താല്പര്യപ്പെടുന്നില്ല എന്നുണ്ടെങ്കിൽ സ്വാഭാവികമാണ്. മുതിർന്നു കഴിഞ്ഞാൽ കുട്ടികൾ അങ്ങനെ തന്നെയാണ് ഇപ്പോഴത്തെ കാലത്ത് പെരുമാറിക്കൊണ്ടേയിരിക്കുന്നത്. അപ്പോൾ നമ്മളുടെ കുട്ടിയുടെ മനസ്സ് മനസ്സിലാക്കിയെടുക്കുക എന്നുള്ളത് മാത്രമേ മാതാപിതാക്കൾ എന്ന നിലയിൽ നമുക്ക് ചെയ്യാനായിട്ട് കഴിയുകയുള്ളൂ. അതിന് ചെയ്യാവുന്ന ഒരേ ഒരു കാര്യമെന്ന് പറയുന്നത് മനഃപൂർവ്വം കുട്ടികളുടെ മനസ്സ് മനസ്സിലാക്കിയെടുക്കാനുള്ള സന്ദർഭങ്ങൾ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ്. ആ സന്ദർഭം നല്ല രീതിയിൽ വിനിയോഗിച്ചാൽ എല്ലാ ദിവസവും ഇത്തരത്തിലുള്ള സംഭാഷണങ്ങളിലൂടെ കുടുംബ ബന്ധത്തിൻ്റെ ഊഷ്മളതയിലേക്ക് കുട്ടികളെ തിരികെ കൊണ്ടുവരാൻ നമുക്ക് സാധിക്കുന്നതേ ഉള്ളൂ. കുട്ടികളുടെ മനസ്സ് മനസ്സിലാക്കുന്ന മാതാപിതാക്കളായി മാറുവാൻ സാധിച്ചെങ്കിൽ മാത്രമേ തങ്ങളുടെ ജീവിതത്തിലെ ഓരോ കാര്യങ്ങളും തുറന്നു പറയാനുള്ള ഒരു വ്യക്തിബന്ധം കുട്ടികൾക്ക് നിങ്ങളോട് തോന്നുകയുള്ളൂ. ഇനി നിങ്ങൾക്ക് ജീവിതത്തിൽ ഒരുപാട് ജോലികൾ ചെയ്യാനുണ്ട്, കുട്ടികൾക്ക് ധാരാളം പഠിക്കാനുണ്ട്, അവർക്കിതിനൊന്നും സമയമില്ല, അല്ലെങ്കിൽ ഞങ്ങൾക്കും ഇതിനൊന്നും സമയമില്ല എന്ന് ചിന്തിക്കുന്ന മാതാപിതാക്കളാണ് നിങ്ങൾ എപ്പോഴുമെങ്കിൽ, ജീവിതത്തിൽ നിങ്ങൾ എത്ര മാർക്കാണ് കൊടുക്കുന്നത് എന്നുകൂടി ചിന്തിക്കുന്നത് നന്നായിരിക്കും. ശുഭപ്രതീക്ഷയോടെ വളരെയധികം നന്ദി.